OCD എന്നതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അധികമായി കൈ കഴുകുന്നത്, ഇടയ്ക്കിടയ്ക്ക് വാതിൽ പൂട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാധനങ്ങൾ ഒരു ഓർഡറിൽ വെക്കണമെന്ന് നിർബന്ധമുള്ളത്. എന്നിങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അവരെ നമ്മൾ പലപ്പോഴും പറയുന്നത് ആ പുള്ളിക്ക് കുറച്ച് OCD കൂടുതലാണ് എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. പക്ഷെ ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. OCD ഇല്ലാത്ത ഒരാൾക്ക് വൃത്തിയാക്കാനും ഓർഗനൈസ് ചെയ്യാനും ഇഷ്ടമാകാം. പക്ഷെ OCD ഉള്ള ഒരാൾക്ക് ഇത് സാധാരണ ശീലമല്ല. ഉദാഹരണത്തിന് അണുക്കൾ പകരുമെന്ന ഭയം കാരണം അമിതമായി കൈ കഴുകൽ, അല്ലെങ്കിൽ സാധനങ്ങൾ പെർഫെക്റ്റ് ആയി ഇരിക്കണമെന്ന തീവ്രമായ ആവശ്യം. ഇവ വിചിത്രമായ ശീലങ്ങൾ മാത്രമല്ല, സാമൂഹിക, വിദ്യാഭ്യാസ, തൊഴിൽ ജീവിതത്തെ ഗണ്യമായി ബാധിക്കുന്ന ലക്ഷണങ്ങളാണ്. OCD സാധാരണമായി പുറത്തേക്ക് കാണുന്ന കമ്പൽഷൻസ് കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പക്ഷേ പ്യുവറോ അല്ലെങ്കിൽ പ്യുവർ ഒബ്സഷൻ OCD അല്പം വ്യത്യസ്തമാണ്. പ്യുവറോ കാരണം ഇവർക്ക് കമ്പൽഷൻ ഉണ്ടാകാം, പക്ഷെ അവ മൈൻഡിലാണ് നടക്കുന്നത്. പ്യുവറോ ഉള്ളവർക്ക് പ്രധാനമായും ഇൻട്രൂസീവ് തോട്ട്സ് കൊണ്ടാണ് ബുദ്ധിമുട്ടുന്നത്. വേണ്ടാത്ത ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ചിന്തകൾ മൈൻഡിലേക്ക് തുടർച്ചയായി കയറി വരുന്നത് പോലെ ഈ ഇൻട്രൂസീവ് തോട്ട്സ് ഒഴിവാക്കാനോ ആങ്സൈറ്റി കുറയ്ക്കാനോ അവർ പലപ്പോഴും മനസ്സിനുള്ളിൽ തന്നെ ചില കാര്യങ്ങൾ ആവർത്തിക്കും. ഉദാഹരണത്തിന് ഒരു പ്രാർത്ഥന വീണ്ടും വീണ്ടും മനസ്സിൽ പറയുക, ചില വാക്കുകൾ മനസ്സിൽ തന്നെ ആവർത്തിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിച്ചുവെന്ന് മൈൻഡിൽ തന്നെ ചെക്കിംഗ് ചെയ്യുക. ഇവ പുറത്തു നിന്ന് നോക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് തന്നെ ഒരു തരത്തിൽ കമ്പൽഷൻ ആണ്. ഒബ്സഷൻ എന്ന് പറയുന്നത് മൈൻഡിലേക്ക് ആവർത്തിച്ച് കയറി വരുന്ന വേണ്ടാത്ത ചിന്തകൾ, ചിത്രങ്ങൾ, അല്ലെങ്കിൽ നിയന്ത്രിക്കാനാകാത്ത തോന്നലുകളാണ്. ഇവ വളരെ ഡിസ്റ്റർബിംഗ് ആയിരിക്കും. പലപ്പോഴും നമ്മളുടെ വാല്യൂസിനെ, നമ്മളെ കുറിച്ചുള്ള നല്ല സെൽഫ് ഇമേജിനെ വിരുദ്ധമായി തോന്നും. ഇങ്ങനെ വന്നാൽ അത് ഇന്റൻസീവ് ആങ്സൈറ്റിയും ഡിസ്ട്രസും സൃഷ്ടിക്കും. സ്വയം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുമോ എന്ന ഭയം. ഉദാഹരണത്തിന് ഒരാൾക്ക് സ്വന്തം പ്രിയപ്പെട്ടവരെ തന്നെ ഉപദ്രവിക്കുമെന്ന ഭീകരമായ ചിന്ത മനസ്സിൽ വരാം. എന്നാൽ യഥാർത്ഥത്തിൽ അവർ ഒരിക്കലും ഇങ്ങനെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. കാരണം അവർ അവരെ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ മനസ്സിൽ ഇത്തരം ആവർത്തിച്ചിട്ടുള്ള ചിന്തകൾ വരികയും ചെയ്യുന്നു. കുട്ടികളെ കുറിച്ചുള്ള ഒരാളുടെ മനസ്സിൽ ഇഷ്ടമില്ലാത്ത തെറ്റായ ലൈംഗിക ചിന്തകൾ വരുന്നത്. ഒരു വ്യക്തിക്ക് കുട്ടികളോട് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലെങ്കിലും അത്തരം ഒരു ചിന്ത തനിക്ക് വന്നു എന്ന കാര്യം കൊണ്ട് തന്നെ വലിയ ഭയവും കുറ്റബോധവും ഉണ്ടാകും. ഞാൻ ഇങ്ങനെ ചിന്തിച്ചതുകൊണ്ട് ഞാൻ മോശമായ ആളാണോ എന്ന ഭയത്തിലാണ് അവർ കഴിയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് അവരുടെ സ്വഭാവമല്ല, വെറും OCDയുടെ ഭാഗം മാത്രമാണ്. സ്വന്തം ബന്ധത്തെക്കുറിച്ചുള്ള നിരന്തരം സംശയങ്ങളായിരിക്കും. പങ്കാളിയോട് എനിക്ക് ശരിക്കും സ്നേഹമുണ്ടോ, അവൾ അല്ലെങ്കിൽ അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, ഇത് യഥാർത്ഥ സ്നേഹമാണോ എന്നിങ്ങനെ ഒരിക്കലും തീരാത്ത ചോദ്യങ്ങൾ മനസ്സിൽ വരാം. തന്റെ സെക്ഷൽ ഓറിയന്റേഷനെ കുറിച്ചുള്ള എക്സ്ട്രീം ആങ്സൈറ്റി. ഉദാഹരണത്തിന് ഒരാൾ ഹോമോസെക്ഷൽ ആകാനുള്ള ആവർത്തിച്ചിട്ടുള്ള ഭയങ്ങൾ. ഒരാൾ അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒബ്സഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഓപ്പോസിറ്റ് സെക്സ് അട്രാക്ഷൻ ഉണ്ടായിരിക്കുന്നവർ, നല്ലൊരു റിലേഷൻഷിപ്പിൽ കഴിയുന്നവർക്കും പോലും ഇത്തരത്തിലുള്ള ഭയം ഉണ്ടാകാം. ദൈവത്തോട് തെറ്റ് ചെയ്തു എന്ന തോന്നലുകൾ, അല്ലെങ്കിൽ മതനിയമങ്ങളും ധാർമ്മിക മൂല്യങ്ങളും പാലിക്കുന്നില്ലെന്ന അമിതമായ ആശങ്ക. സ്വന്തം ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ അർത്ഥം എന്താണെന്നുള്ള അമിതമായ ചിന്തകൾ. ശ്വാസം എടുക്കുന്നത്, വിഴുങ്ങുന്നത്, കണ്ണു ചിമ്മുന്നത് പോലുള്ള ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളിൽ തന്നെ അമിതമായ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആവർത്തിച്ച് ചിന്തിക്കുന്നത്. മറ്റുള്ളവർക്ക് അപകടമോ ദോഷമോ സംഭവിച്ചാൽ അതിന് താനാണ് കാരണമെന്ന് തോന്നി അവരെ അനാവശ്യമായി ഉപദ്രവിച്ചു പോയോ എന്ന കുറ്റബോധത്തോടെ അധികം ആശങ്കപ്പെടുന്നത്. സ്വയം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഉപദ്രവിക്കുമോ എന്ന നിരന്തരമായ ഭയം. എന്തെങ്കിലും രോഗം പിടിപെടുമോ എന്ന അമിതമായ ഭയം, അല്ലെങ്കിൽ ഡോക്ടർ നടത്തിയ പരിശോധനകളിൽ വിശ്വാസം ഇല്ലാത്ത അവസ്ഥ. ഇൻട്രൂസീവ് തോട്ട്സ് ജീവിതത്തിൽ സാധാരണമാണ്. പക്ഷെ പ്യുവറോ ഉള്ളവർക്ക് അവ സഹിക്കാനാകാത്തത്ര ബുദ്ധിമുട്ടും വലിയ ഉത്കണ്ഠയും ഉണ്ടാക്കും. ഒരു ചിന്ത വരുന്നത് അത് സംഭവിക്കാനുള്ള സൂചനയാണെന്ന് തെറ്റിദ്ധരിക്കും. എനിക്ക് ശരിക്കും അങ്ങനെ ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇത് സംഭവിക്കുമോ എന്ന് തങ്ങളോട് തന്നെ ചോദിക്കും. അപ്പോൾ ഈ ഹിഡൻ കമ്പൽഷൻ എന്താണ്? ഇവ വീണ്ടും വീണ്ടും ചെയ്യുന്ന ചില പ്രവൃത്തികളാണ്. പുറത്തു കാണുന്ന രീതിയിലോ മനസ്സിലുള്ളിലോ ഇവ ഒബ്സസീവ് തോട്ട്സിന്റെ ഫലമായി വരുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഉള്ളിലെ ഉത്കണ്ഠ കുറയ്ക്കാനോ ഭയപ്പെടുന്ന ഒരു സംഭവം സംഭവിക്കാതിരിക്കാനോ വേണ്ടിയാണ്. പ്യുവറോയിൽ ഇവ ഉൾപ്പെടുന്നു. മെന്റൽ റിവ്യൂവിംഗ്. മുൻപ് നടന്നുള്ള കോൺവെർസേഷൻ മൈൻഡിൽ ആവർത്തിച്ച് ചെക്ക് ചെയ്യുന്നത്. ഉദാഹരണത്തിന് താൻ എന്തെങ്കിലും ഒഫൻസീവായി പറഞ്ഞിട്ടുണ്ടോ എന്ന് ആശങ്കപ്പെടൽ. മെന്റൽ റെപ്പിറ്റേഷൻ. മോശം ചിന്തകളെയോ ആവേശങ്ങളെയോ ഇല്ലാതാക്കാൻ ചില വാക്കുകളോ പ്രവർത്തനങ്ങളോ വീണ്ടും വീണ്ടും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. റുമിനേഷൻ. എന്തെങ്കിലും പരിഹരിക്കാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ തന്നോട് തന്നെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാനോ വേണ്ടിയാണ്. ഒബ്സഷനെ കുറിച്ചുള്ള തുടർച്ചയായ ഓവർ തിങ്ക് ചെയ്യുകയോ ഓവർ അനലൈസ് ചെയ്യുകയോ ചെയ്യൽ. ഇത് പലപ്പോഴും ഇൻക്രീസ്ഡ് ആങ്സൈറ്റിയുടെ ഒരു ചക്രത്തിലേക്ക് നയിക്കുന്നു. റീഅഷ്വറൻസ് സീക്കിംഗ്. ഒരാൾക്ക് സംശയം വരുമ്പോൾ അത് മാറാൻ വീണ്ടും വീണ്ടും മറ്റുള്ളവരോട് ഉറപ്പ് ചോദിക്കുന്നത്. ചിലപ്പോൾ സ്വന്തം മനസ്സിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയോ ഓൺലൈൻ ഉത്തരങ്ങൾ തേടുകയോ ചെയ്യും. ഇതൊരു കമ്പൽഷൻ ആകാം, പക്ഷേ പലർക്കും അത് തിരിച്ചറിയാൻ കഴിയാറില്ല. കുടുംബങ്ങളോട് ആവർത്തിച്ച് ചോദിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടായി മാറും. അവോയ്ഡൻസ് ബിഹേവിയർ. ഇൻട്രൂസീവ് തോട്ട്സിനെ ട്രിഗർ ചെയ്യാനോ ആങ്സൈറ്റി വർദ്ധിപ്പിക്കാനോ സാധ്യതയുള്ള ചില സാഹചര്യങ്ങൾ, ആളുകൾ, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഒഴിവാക്കൽ. മറ്റുള്ളവരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യുമോ എന്ന ഭയം കാരണം സോഷ്യൽ ഗാദറിംഗ് ഒഴിവാക്കുന്നത്. മലിനീകരണത്തെ കുറിച്ച് ഭയമുള്ള ഒരാൾ വെള്ളം കുടിക്കൽ വരെ ഒഴിവാക്കാം.
അൺഡൂയിങ് ഓർ റീഡൂയിങ് മെന്റലി. ചില പ്രവൃത്തികൾ മെന്റലി റിവേഴ്സ് ചെയ്യുകയോ വീണ്ടും ചെയ്യുകയോ ചെയ്യാം. സൂപ്പർസ്റ്റിഷ്യസ് ബിഹേവിയർ. മോശം സംഭവങ്ങൾ തടയാൻ ഇന്റേണലി കൗണ്ടിങ് അല്ലെങ്കിൽ ടാപ്പിംഗ് പോലെയുള്ള വിശ്വാസപരമായ ആചാരങ്ങൾ നടത്തുക. ട്രഡീഷണൽ OCDയിൽ നിന്നുള്ള കീ ഡിഫറൻസ്. ഇവ ഇന്റേണൽ ബാറ്റിൽ ആണ്. ട്രഡീഷണൽ OCDയിൽ എക്സസീവ് ക്ലീനിങ്, ചെക്കിംഗ് പോലുള്ള പുറത്ത് കാണാവുന്ന കമ്പൽഷൻ ഉണ്ടാകാറുണ്ട്. പക്ഷെ പ്യുവർ ഓയിൽ കമ്പൽഷൻ ഹിഡൻ ആകും. എന്നാൽ എല്ലാത്തരം OCDയിലും ഒരു സൈക്കിളാണ്. ഒബ്സഷൻ, ആങ്സൈറ്റി, കമ്പൽഷൻ, ടെമ്പററി റിലീഫ്. ട്രഡീഷണൽ OCD ആയാലും പ്യുവർ ആയാലും ഈ ഡിസോർഡർ സാമൂഹിക ബന്ധങ്ങളെ ബാധിക്കും. ചിലപ്പോൾ ഫാമിലി ഡിസഗ്രിമെന്റ് അല്ലെങ്കിൽ ഈവൻ ഡിവോഴ്സ് വരെ എത്തിക്കാം. പലപ്പോഴും പഠനത്തിൽ, ജോലിയിൽ തൃപ്തി കുറയുകയും അൺഎംപ്ലോയ്മെന്റ് വരെ എത്തിച്ചേക്കാം. ചിലർ അവരുടെ OCD സ്വന്തം കുടുംബത്തോട് പോലും മറച്ചു വെക്കാറുണ്ട്. OCDയുടെ ആഘാതം വ്യക്തിപരമായി മാത്രമല്ല, പ്രിയപ്പെട്ടവർ പോലും അറിയാതെ OCD കമ്പൽഷനിൽ ഉൾപ്പെടുന്നു. ഉദാഹരണത്തിന് അവർക്ക് സ്ഥിരമായി റീഅഷുറൻസ് നൽകുന്നത്, ചില സ്ഥലങ്ങൾ ഒഴിവാക്കുന്നത്, അല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ടി ചില കമ്പൽഷൻസ് ഏറ്റെടുത്ത് ചെയ്യുന്നത് പോലെയും സംഭവിച്ചേക്കാം. ചില പഠനങ്ങൾ പ്യുവറോയ്ക്ക് വ്യൂവർ സൂയിസൈഡ് തോട്ട്സ് ഉണ്ടാകുമെന്നും ട്രഡീഷണൽ OCDയേക്കാൾ കുറച്ച് സിവിയർ ആയിരിക്കുമെന്നും സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഇൻട്രൂസീവ് തോട്ട്സ് ആൻഡ് ഇന്റേണൽ കമ്പൽഷൻ ഇപ്പോഴും വ്യക്തിക്ക് വലിയ മാനസിക വേദനയും സൃഷ്ടിക്കുന്നതാണ്. പ്യുവർ OCD ഹൈലി ട്രീറ്റബിൾ ആണ്. പ്യുവർ ഇല്ലെങ്കിലും ട്രീറ്റ്മെന്റ് സിംറ്റംസിന്റെ ഡെയിലി ലൈഫിലെ എഫക്ട്സ് ഗണ്യമായി പരിമിതപ്പെടുത്താൻ കഴിയും. പ്യുവർ OCDക്കുള്ള മോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ERP തെറാപ്പിയാണ്. ഇത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഫോമാണ്. ERP നിങ്ങളുടെ ഫിയർ തോട്ട്സിനെ ഗ്രാജുവലി ഫേസ് ചെയ്യാനും കമ്പൽഷൻ ബിഹേവിയറെ കുറയ്ക്കാനും സഹായിക്കുന്നു. ERP എല്ലാ OCD സബ് ടൈപ്പിലും പ്രവർത്തിക്കുന്നുവെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. 80% ആളുകൾ സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നു. അതർ എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്. മെഡിക്കേഷൻ. പലപ്പോഴും SSRIs പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്നു. SSRIs ഫലപ്രദമല്ലെങ്കിൽ എറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് അല്ലെങ്കിൽ ക്ലോമിപെറിൻ ഉപയോഗിക്കാറുണ്ട്. ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മ്യൂണിറ്റി തെറാപ്പി. അൺസർട്ടനിറ്റിയോടൊപ്പം ജീവിക്കാൻ സഹായിക്കുന്ന, പ്രത്യേകിച്ച് ERPയുമായി ചേർന്ന് ഉപയോഗിക്കുമ്പോൾ ഫലപ്രദമാണ്. MCT പ്യുവറോയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. MBSR മനസ്സിലെ ഓരോ ചിന്തകൾ നിരന്തരം വീണ്ടും വരുന്നത് അവസാനിപ്പിക്കാൻ സഹായിക്കുന്നു. സൈക്കോഡൈനാമിക് തെറാപ്പി. പാസ്റ്റ് അനുഭവങ്ങളും ഇപ്പോഴത്തെ അൺഹെൽപ്ഫുൾ OCD റിലേറ്റഡ് ചിന്തകളും ഏജിലൂടെ എങ്ങനെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്താൻ സഹായിക്കുന്നു. ബുദ്ധിമുട്ടുള്ള സാധാരണ ചികിത്സകൾ ഫലപ്രദമല്ലാത്ത കേസുകളിൽ EMS, DBS, ഇന്റൻസീവ് ഔട്ട് പേഷ്യന്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പ്രോഗ്രാംസ് പോലുള്ള ചികിത്സാ മാർഗങ്ങൾ പരിഗണിക്കുക. പ്രൊഫഷണൽ ഹെൽപ്പിനൊപ്പം നിങ്ങളുടെ അവസ്ഥ നേരിടാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ചില മാർഗങ്ങളുണ്ട്. റിലാക്സേഷൻ ടെക്നിക്. സ്ട്രെസ് ഒരു മേജർ ട്രിഗർ ആയതിനാൽ ഡീപ് ബ്രീതിങ്, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻസ് ഓർ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ വളരെ ഹെൽപ്ഫുൾ ആകും. എക്സസൈസ്. എയറോബിക് എക്സസൈസ് OCD സിംറ്റംസിനെ കുറയ്ക്കാൻ സഹായിക്കും. സപ്പോർട്ട് ഗ്രൂപ്പ്സ്. ഓൺലൈൻ ആൻഡ് ഇൻ പേഴ്സൺ ഗ്രൂപ്പ് രണ്ടും റിസോഴ്സ്, ഇൻഫോർമേഷൻസ് ഒപ്പം കമ്പാഷനേറ്റ് ലിസണിംഗ് നൽകുന്നു. സെൽഫ് കെയർ. ഒരു ഹെൽത്തി ഡയറ്റ്, കൺസിസ്റ്റന്റ് സ്ലീപ്പ് ഒപ്പം എൻജോയബിൾ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നത് സിംറ്റംസ് മാനേജ് ചെയ്യാൻ ഈസിയായി സഹായിക്കും. നിങ്ങൾക്ക് തുടർച്ചയായി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇൻട്രൂസീവ് തോട്ട്സ് ഉണ്ടാകുകയാണെങ്കിൽ അത് മനസ്സിൽ റിവ്യൂ ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്, റീഅഷുറൻസ് തേടുന്നത്, ട്രിഗർ ഒഴിവാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ചിന്തകളെ കുറിച്ച് വളരെ ഗിൽട്ട് അല്ലെങ്കിൽ ഷെയിം അനുഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളെ ബാധിച്ചാൽ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ സഹായം തേടുന്നത് ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് OCD സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും നല്ലത്. അവർ സിംറ്റംസ് കുറയ്ക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ നിയന്ത്രണം തിരികെ നേടാനും ശരിയായ ട്രീറ്റ്മെന്റിലേക്ക് നയിക്കാനും നിങ്ങളെ സഹായിക്കും.